ഈമാനോടെ മരിക്കുന്ന ഏത് മനുഷ്യനും സ്വർഗത്തിൽ കടക്കും. പക്ഷേ അവൻ കുറേ തെറ്റുകുറ്റങ്ങൾ ചെയ്തവനാണെങ്കിൽ അത് പടച്ചറബ് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആ ശിക്ഷ ലഭിച്ചിട്ട് അതിനുശേഷം മാത്രമേ അവൻ സ്വർഗത്തിൽ കടക്കൂ കുറ്റവാളികളാകുമ്പോൾ. എന്നാൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊല്ലാൻ ഭാഗ്യം ലഭിച്ചവർ ദഖലൽ ജന്നാ അവർ നരകം സ്പർശിക്കാതെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. പടച്ച റബ്ബേ, അതിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണം അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ എത്രത്തോളം കൂടുതൽ ജീവിതത്തിൽ ചൊല്ലുന്നുണ്ടോ അത്രത്തോളം അത് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യവും വർദ്ധിക്കുമെന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അതേ, നമുക്കറിയാമല്ലോ, പകല് സമയത്ത് നമ്മൾ കൂടുതൽ പറഞ്ഞ വാചകം നമുക്ക് ബോധമില്ലാത്ത ഉറക്കിൽ ചിലപ്പോൾ പറഞ്ഞു പോകും. അതേ, പകല് സമയത്ത് നമ്മൾ ചെയ്ത പലതും ഉറക്കിൽ നമ്മളോട് പറഞ്ഞു പോകും. അതേപോലെ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ഇടപെട്ട പല സംഗതികളും ബോധമില്ലാതെ പനിയിൽ കിടക്കുമ്പോൾ ആ പനിയിൽ അങ്ങനത്തെ പലതും വിളിച്ചു പറയും. എന്നാൽ മരണവുമായി മല്ലടിക്കുന്ന സമയത്ത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, യാസീൻ സൂറത്ത് ഓതുന്നത് പുണ്യമാണ്, സൂറത്തുർ റഅദ് ഓതുന്നത് പുണ്യമാണ്. എന്നാൽ മരണം ആസന്നമായ മനുഷ്യന്റെ സമീപത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുന്നതും സുന്നത്താണ്. കാരണം അത് മരിക്കാൻ നോക്കുന്ന മനുഷ്യൻ ഈ ഭൂമി ലോകത്തുള്ള എല്ലാം വിട്ടുപിരിഞ്ഞു പോകുന്നു. കുടുംബത്തെയും നാട്ടിനെയും വീടിനെയും വിട്ടുപിരിയുന്നു. ആ സമയത്ത് മനസ്സിലുണ്ടാകുന്ന ബേജാറ് ചെറുതല്ലല്ലോ. ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ അത് ഓർമ്മിപ്പിക്കാനാണ് ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണം ആസന്നമായവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. മരിച്ചവരുടെ അടുക്കലും ചൊല്ലണം. ഇന്നലെ ഞാൻ മൗത്ത എന്നതിനെ സംബന്ധിച്ച് ഇന്നലെ ഞാൻ വിവരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, അങ്ങനെ ചൊല്ലിക്കൊടുക്കുന്നത് ഓർമ്മിപ്പിക്കാനാണ്. ഓർമ്മിപ്പിച്ചാൽ വലിയ ഫലം ലഭിക്കും. ഇതേപോലെ മരിച്ച മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെ മുങ്കർ നക്കീർ അലൈഹിസ്സലാം വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. 7 ദിവസം ചോദ്യമുണ്ട്. ആ 7 ദിവസത്തെ ചോദ്യത്തിലും എളുപ്പം കിട്ടാൻ വേണ്ടിയാണ് മഹാന്മാരായ സഹാബികൾ 7 ദിവസം മരിച്ച മയ്യത്തിൻ്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് സുന്നത്തായി കണക്കാക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. 7 ദിവസം ഖബറിൻ്റെ ഉള്ളിൽ പ്രത്യേകം ചോദ്യമുണ്ട്. ആ മുങ്കർ നക്കീർ അലൈഹിസ്സലാമിൻ്റെ ചോദ്യത്തിന് മറുപടി ഓർമ്മിപ്പിച്ചു കൊടുക്കുന്ന ഒരു സൽക്കർമ്മമുണ്ട്. അതിൻ്റെ പേരാണ് തൽഖീൻ. ആ മയ്യത്തിനെ ഓർമ്മിപ്പിച്ചു കൊടുക്കാനുള്ളതാണത്. അതിനാൽ നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കൂ, അത് ഈമാനുള്ളവർക്ക് ഫലം ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞ ഈ ആയത്ത് തൽഖീൻ ചൊല്ലിക്കൊടുക്കൽ പുണ്യമാണെന്നതിന് തെളിവായി സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു അസ്നൽ മതാലിബിലും ഖതീബ് സർബീനി തങ്ങൾ മുഗ്നിൽ മുഹ്താജിലുമൊക്കെ എടുത്തു പറഞ്ഞത് കാണാം. ഓർമ്മിപ്പിക്കുക എന്നത് വലിയ ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വഅദ് എന്ന് പറയുന്നതും ഓർമ്മിപ്പിക്കലാണ്. പലതും നമ്മൾ അറിയുന്ന സംഗതി തന്നെയാണ്, പക്ഷേ അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന പരിപാടിയാണ് വഅദ് എന്ന് പറയുന്നത്. ഉപദേശം, അതേ ഉത്ബോധനം എന്ന് പറയുന്നത് അത് ഓർമ്മിപ്പിക്കലുകളാണ്. 5 നേരം നിസ്കരിക്കണം എന്നറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടാവുമോ? പക്ഷേ അത് വഅദിൽ കേൾക്കുമ്പോൾ അത് കൃത്യമായി നിസ്കരിക്കണമെന്ന ബോധമുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വഅദിൻ്റെ സദസ്സുകളും ഓർമ്മിപ്പിക്കുന്ന സദസ്സുകളാ, നല്ല കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന സദസ്സുകളാ.